സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനെ ന്യായീകരിച്ച് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ ഒരു കാലത്ത് ഭൂമി പരന്നതെന്നായിരുന്നു പഠിപ്പിച്ചത്. ഇന്ന് അങ്ങനെയല്ല. ആ മാറ്റം എല്ലാ മേഖലയിലുമുണ്ട്. അന്ന് ആ തീരുമാനം ശരിയായിരുന്നുവെന്നും ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്ത തീരുമാനം ആ കാലഘട്ടത്തിന് അനുസരിച്ചുള്ളതായിരുന്നുവെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. ഒരു കാലത്ത് ഭൂമി പരന്നതാണെന്നാണ് പഠിപ്പിച്ചത്. പിന്നീട് അത് അണ്ഡാകൃതിയിലാണെന്ന് പഠിപ്പിച്ചു. ശാസ്ത്രം വളർന്നു. അതിനനുസരിച്ചുള്ള മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടാകുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതകളുണ്ട്. ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് അടിസ്ഥാനം ഉണ്ടാകും. ആ അടിസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ നിലപാടെടുത്തു. ഇന്ന് അതല്ല എടുക്കേണ്ടത്. ഇന്ന് എടുക്കേണ്ട നിലപാട് ഇതാണ്. ഇനി ഇത് എല്ലാ കാലത്തേക്കുള്ള നിലപാടാണെന്ന് ധരിച്ചേക്കണ്ട. ഇനിയും കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വളർച്ചക്കനുസരിച്ച് എല്ലാ രംഗങ്ങളെയും ശക്തിപ്പെടുത്താൻ, ആരോഗ്യരംഗത്തെ ശക്തിപ്പെടുത്താൻ, വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ, സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്താൻ ഒരുപാട് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത് കാലോചിതമായ പ്രശ്നങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയാത്തവരുടെ അഭിപ്രായമാണ്. ഇപ്പോൾ ഒരു കാലത്ത് ഭൂമി പരന്നതാ, ഉരുണ്ടതല്ലേ അല്ലേ? ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. ഇന്നതാണോ പഠിപ്പിക്കുന്നത്? ഇത് അണ്ഡാകൃതിയിലാണ്. പണ്ടെല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിരുന്നില്ല. മലപ്പുറത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നില്ല. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായാണ് അവർ അതിനെ കണ്ടത്. ഇന്ന് LKG കുട്ടികൾ വരെ ഇംഗ്ലീഷല്ലേ പഠിക്കുന്നതെന്നും ഇ.പി. ജയരാജൻ ചോദിച്ചു. സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് TP ശ്രീനിവാസിനെ തല്ലിയത് തെറ്റ്. അതിനെ അന്നും ന്യായീകരിച്ചിട്ടില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ഇന്ന് 1-ാം ക്ലാസ്സിൽ LKG കുട്ടി ഇംഗ്ലീഷല്ലേ പഠിക്കുന്നത്? പിന്നെ മലപ്പുറം ജില്ലയിൽ പൊതുവെ ഇംഗ്ലീഷ് പഠിക്കില്ലായിരുന്നു അവിടുത്തെ കുട്ടികൾ. എന്താണെന്നറിയോ? അത് ബ്രിട്ടീഷ് ഭാഷയാണ്. സാമ്രാജ്യ വിരുദ്ധ മനോഭാവം. അതിനോടുള്ള പ്രതികാരമായിട്ട് മലപ്പുറത്ത് പൊതുവെ മുസ്ലിം ജനസാമാന്യ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു നാടായിരുന്നു അത്. പഴയ മലബാർ കലാപത്തിൻ്റെയൊക്കെ ആ വികാരത്തിൻ്റെ മേലെ ഇംഗ്ലീഷ് പഠിക്കില്ലായിരുന്നു. അവിടെ നിൽക്കാൻ പറ്റുമോ? ഇന്ന് മാറി എല്ലാവരും വിദ്യാസമ്പന്നരാണ്. എല്ലാവരും പഠിക്കുന്നു. ഇന്ന് 4-5 ഭാഷകൾ പഠിക്കുകയാണ്, ഇംഗ്ലീഷ് മാത്രമല്ല. കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാകണം എന്നതുതന്നെയാണ് CPM-ന്റെ നിലപാടെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.